അഖിൽ, ഇന്ന് മാർച്ച് 19 അപ്പോൾ നമുക്ക് ഔസേപിതാവിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു സ്റ്റോറി നമ്മുടെ ചാനലിലേക്ക് കയറണം. അപ്പോൾ താനൊന്നൊരു പ്രോഗ്രാം ഒന്ന് പ്ലാൻ ചെയ്യും. ഓക്കെ സാർ, ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ. അല്ല സാറേ, ഞാൻ സാറിനോട് ചോദിക്കണം വെച്ചിട്ടായിരുന്നു, ഈ ഔസേപിതാവിൻ്റെ രൂപത്തിൻ്റെ താഴെ എന്തിനാ എപ്പോഴും ഇങ്ങനെ പേപ്പർ വയ്ക്കുന്നത്? ഇതോ എടോ, ഇതാണ് ഉറങ്ങുന്ന ഔസേപിതാവ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു 2015 മുമ്പൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. 2015 ശേഷമാണ് ഇത് ലോകം മുഴുവന് ഈ ഒരു രൂപത്തെക്കുറിച്ചുള്ള ഒരു പ്രചാരത്തിൽ വരുന്നത്, ഈ രൂപത്തെ വണക്കത്തിൻ്റെ പ്രചാരത്തിൽ വരുന്നത്. ഇത് ആദ്യകാലങ്ങളിൽ സൗത്ത് അമേരിക്കയിലും അതോടൊപ്പം തന്നെ ഫിലിപ്പീനോ അവിടുത്തെ ക്രൈസ്തവരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലിരുന്നതും ഭക്തിയിലിരുന്ന ഒരു രൂപമാണ് ഈ ഉറങ്ങുന്ന ഔസേപിതാവ്. നമുക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. 2015 ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് തൻ്റെ മുറിയിൽ ഇങ്ങനൊരു ഔസേപിതാവ് ഉണ്ട്, ഉറങ്ങുന്ന ഔസേപിതാവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന് അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ഇത് പിന്നീട് ലോകം മുഴുവൻ എത്തിയതും എല്ലാവരും ഇങ്ങനൊരു ഔസേപിതാവിനെ വണങ്ങാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രമാത്രം ഈ രൂപത്തെ പറ്റി എന്താ പറഞ്ഞേ? അത് 2014 അദ്ദേഹം ഒരു കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ തൻ്റെ മുറിയിൽ ഇങ്ങനെ ഒരു ഉറങ്ങുന്ന ഔസേപിതാവുണ്ടെന്നും ഈ സഭയെക്കുറിച്ചുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ മുറിയിൽ എൻ്റെ ടേബിളിലുള്ള ഔസേപിതാവിൻ്റെ ഇതുപോലെ ഒരു ഉറങ്ങുന്ന ഔസേപിതാവിൻ്റെ രൂപത്തിന് താഴെ അദ്ദേഹം അത് കുറിപ്പായിട്ട് ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ ഉറങ്ങുന്ന ഔസേപിതാവിന് താഴെ വയ്ക്കും. അങ്ങനെ താഴെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഔസേപിതാവ് ഉറക്കത്തിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഈ ഉറങ്ങുന്ന ഔസേപിതാവ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യോ? ഇവിടെ ബൈബിളിൽ ഔസേപിതാവിനെ ചിത്രീകരിച്ചിരിക്കുന്ന എല്ലാം ഉറക്കത്തിൽ സന്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്ന സമയത്ത് മാലാഖ പ്രത്യക്ഷപ്പെട്ടതും, അതിനുശേഷം ഈശോയെ പ്രസവിച്ചതിന് ശേഷം ഹെറോദോസ് കൊല്ലാൻ നോക്കിയപ്പോൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനായിട്ട് പറഞ്ഞതും ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം ഹെറോദോസ് മരിച്ചപ്പോഴും മാലാഖ ഉറക്കത്തിലാണ് ഔസേപിതാവിന് പ്രത്യക്ഷപ്പെട്ടത്. ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് പറഞ്ഞ് തിരിച്ച് ഇപ്പോൾ ഒരു ശിശുവിനെ വധിക്കാനുള്ളവർ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം, ഉറക്കത്തിലാണ് ഔസേപിതാവിന് സ്വർഗവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നത് തന്നെ. അതിനുശേഷം നമുക്ക് നോക്കാം, ഔസേപിതാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഔസേപിതാവ് ഈശോയെ മാതാവ് പ്രസവിച്ചതിന് ശേഷം വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഔസേപിതാവിനെ ഈശോയെ കൊല്ലാൻ ഹെറോദോസ് രാജാവ് തീരുമാനിക്കുകയാണ്. ഒരു രാജാവിൻ്റെ കൽപ്പനയാണ്. ഒരു ചെറിയൊരു രാജ്യം മുഴുവൻ ഭടന്മാർ ഇറങ്ങിത്തിരിക്കുകയാണ് കൊല്ലാനായിട്ട്. ഈ പാതിരാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ച് ആ നിമിഷം തന്നെ അദ്ദേഹം വളരെ പെട്ടെന്നായിരുന്നു എണീക്കുന്നതും. അതിനുശേഷം ഇത്രയും ഭടന്മാരെ കണ്ണുവെട്ടിച്ച് മറ്റൊരു രാജ്യത്ത് അദ്ദേഹം എത്തി. അതൊരു സാധാരണക്കാരന് പറ്റുമോ? നമ്മളിപ്പോൾ എപ്പോഴും ഔസേപിതാവിനെ കാണുന്നത് ശാന്തനായ ഒരു വ്യക്തി എന്നല്ലേ? പക്ഷെ അത് സാധിക്കില്ല. അത് അത്രമാത്രം ധീരതയും അല്ലെങ്കിൽ ഒരു യോദ്ധാവിനെ പോലുള്ള ചങ്കുറപ്പുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഔസേപിതാവ് അത്രയ്ക്കും പവർഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ പോലും അദ്ദേഹം ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ഒരു ആവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉറക്കത്തിൽ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് ചെയ്തു വരുമെന്ന് നമുക്ക് ഉറപ്പിച്ചുകൂടെ? അല്ല, അപ്പോൾ സാറിൻ്റെ ആഗ്രഹങ്ങൾ ഇതേപോലെ എഴുതി വെച്ചിട്ട് നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ടേബിളിൽ, ഓഫീസ് ടേബിളിൽ ഈ ഒരു രൂപം ഉണ്ടാവും. അതിന് താഴെ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കും. എനിക്ക് എഴുതി വെച്ചതെല്ലാം നടത്തി കിട്ടുന്നതനുസരിച്ച് ഞാൻ പേപ്പറുകൾ മാറ്റും, പുതിയ പേപ്പറുകൾ. ഇപ്പോഴത്തെ എൻ്റെ ആവശ്യമാണ് ഞാൻ ഈ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് എന്താ പറയുക, കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇതെനിക്ക് സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എഴുതി രൂപത്തിന് താഴെ വെച്ചാൽ മതിയില്ലേ? മതി. അതൊക്കെ നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പ്രാർത്ഥിക്കുന്നു, അതനുസരിച്ച് ദൈവം നമുക്ക് കാര്യങ്ങൾ നടത്തി തരും. നമ്മുടെ പ്രാർത്ഥനയാണ്. അത് പല വ്യക്തികൾ പലവരിലൂടെയാണ്. ചിലപ്പോൾ വിശുദ്ധരിലൂടെ, മറ്റു പല വിശുദ്ധരിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥനകൾ സമർപ്പിച്ച് നമ്മൾ സാധിച്ചു കിട്ടുന്നു. ഇപ്പം ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, ഈ ഒരു പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു, അതിലൂടെ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നടത്തി കിട്ടാത്തതായ ഒരു കാര്യവും ഈ ലോകത്തില്ല. അപ്പോൾ ഈ മാർച്ച് 19 ഉറങ്ങുന്ന ഔസേപിതാവിനെ നമുക്കൊരു ടോപ്പിക്കായിട്ട് എടുത്താലോ? പിന്നെന്തേ, നല്ലതല്ലേ?